ദൈവവചന സൃഷ്ടിക്കായി കർത്താവിദാസൻ രാജു വർഗീസിനെ ക്ഷണിക്കുന്നു. നമ്മൾ പ്രാർത്ഥനയുടെ ദിവസങ്ങളിലായിരിക്കണം. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കാനായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം ഈ ആലയത്തിൽ കടന്നു വന്ന നമ്മുടെ ദൈവത്തെ സ്തുതിപ്പാൻ, നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, നമ്മുടെ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകപ്പെട്ട സവാസത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിലൊക്കെയും ദൈവം നമ്മൾക്ക് നല്ലവനായി, വിശ്വസനായി ആപത്തുകൾ, അനർത്ഥങ്ങൾ, രോഗങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികളെ കൊണ്ട് നിറഞ്ഞ ദുഷ്ടലോകത്തിൽ കണ്ണുനീരിന്ന്, കാലിന് വീഴ്ചയെന്ന്, പ്രാണന്റെ മരണത്തിൽ നിന്നൊക്കെയും നമ്മെ വിടുവിച്ച് ദൈവത്തിന്റെ മഹാദയ. ഹല്ലേലൂയ. എങ്കിലും ഒരു ദൈവവചനം നമുക്ക് പുകഴുവാനായിട്ടുള്ളത്, നമുക്ക് പറയുവാനായിട്ടുള്ളത്. ഹല്ലേലൂയ. ഓരോ ദിവസവും ദൈവം നമ്മളെ നടത്തുന്നു. എങ്കിലോ ഹല്ലേലൂയ. ആ ദൈവത്തിന് നമുക്ക് നമ്മുടെ നാവ് കൊണ്ട് നന്ദി കരയേറ്റിയാൽ, നമ്മുടെ ആയുഷ്കാലം മുഴുവൻ നന്ദി കരയേറ്റിയാലും മതിയാകുന്നില്ല. നമ്മുടെ ദൈവം എത്ര നല്ലവൻ, എത്ര വിശ്വസൻ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും, ദൈവം മീഡിയയിൽ കൂടെയൊക്കെ കേൾക്കുന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ നിന്ന് നന്ദി അറിയിക്കുന്നു. കേൾക്കുന്ന ദൈവത്തിന്റെ വചനം, ഹല്ലേലൂയ. എനിക്കൊരു കാര്യം വ്യക്തമായിട്ട് അറിയാം, ഇത് ദൈവമാണ്. താങ്ക് യു ലോർഡ്. നമ്മൾക്ക് ഇത് ഓരോ കാര്യങ്ങളും ദൈവവചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ആ ദൈവവചനം വെളിപ്പെടുത്തി തരുന്നതിന് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. അത് കേൾക്കുന്നവരുടെ ജീവിതത്തിൽ അത് വിടുതലായിട്ട് മാറും. എങ്കിലും ആരെ കേൾക്കുന്നവർ ജസ്റ്റ് കേൾക്കുകയാണോ? വിശ്വസിക്കുന്നവരാൽ, അല്ലെങ്കിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് ഈ വചനത്തിന്റെ ശക്തി ഇറങ്ങിച്ചെല്ലും. നമ്മൾ ആഹാരം കഴിക്കുന്നത് പോലെ ആഹാരം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അതിലുള്ളതായ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലേക്ക് അപ്ലൈ ചെയ്ത് തെങ്കിലോ നമ്മുടെ ജീവിതത്തിൽ അത് സൗഖ്യമായി, നമ്മുടെ ജീവിതത്തിൽ എനർജിയായി മാറുന്നുവെങ്കിൽ അപ്രകാരം തന്നെ ഈ ദൈവവചനവും അപ്രകാരം തന്നെ ആയി തീരുക തന്നെ ചെയ്യും. തെങ്കിലോ. ആദ്യമായിട്ട് നമ്മളിവിടെ സങ്കീർത്തനത്തിൽ കൂടെയൊക്കെ ബൈബിൾ സ്റ്റഡിയും സങ്കീർത്തനത്തിൽ കൂടെയൊക്കെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വചനത്തിൽ കൂടെയൊക്കെ നമ്മളോട് സംസാരിച്ചു കൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നു, ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. താങ്ക് യു ലോർഡ്. ആ സങ്കീർത്തന ഭാഗത്തേക്ക് ഞാൻ പാസ്റ്ററോട് വായിക്കുന്ന സമയത്ത് ഞാൻ ഒന്ന് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ വരുവാനായിട്ടിടയായി തീർന്നു. ഞാൻ ആ 1-2 കാര്യങ്ങൾ ഞാൻ അതിൽ നിന്നൊന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 32 അതിന്റെ 9-ാം വാക്യം, നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതയെയും പോലെ ആകരുത്, അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു, അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനം ആകയില്ല. താങ്ക് യു ലോർഡ്. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതയെയും പോലെ ആകരുത്. അവയെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്? കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവൾ അതിനെ കൺട്രോൾ ചെയ്യുന്നു. എന്താണ് ഈ കടിഞ്ഞാണ്? എന്തുകൊണ്ടാണ് ഇവിടെ ഈ ഉദാഹരണം ദാവീദ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? മുഖപ്പട്ട അല്ലെന്നുണ്ടെങ്കിൽ കടിഞ്ഞാണ്, അല്ല ബുദ്ധിയില്ലാത്ത കോവർ കഴുത. ഇത് ഈ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് ദാവീദ് ഇതിവിടെ പറഞ്ഞിരിക്കുന്നു? താങ്ക് യു ലോർഡ്. ഒരു കാര്യം നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുക, ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായ മർമ്മങ്ങളുണ്ട്. താങ്ക് യു ലോർഡ്. അതിൻ്റെ 2-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോഴത്തെ 32-ന്റെ 3-ാം വാക്യം, ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. അതിൻ്റെ 4-ാം വാക്യം, രാവും പകലും എൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു, എൻ്റെ മജ്ജ വേനൽക്കാലത്തിന്റെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. അപ്പം എങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ അവിടെ പറയുന്നത്? വളരെ കഷ്ടത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. വേനൽക്കാലത്ത് എങ്ങനെയിരിക്കുന്നു? ഉഷ്ണത്താലും അല്ലെങ്കിൽ ഞരക്കത്താൽ ഞരങ്ങിക്കൊണ്ടിരിക്കുക, സന്തോഷമില്ല, ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു. താങ്ക് യു ലോർഡ്. അല്ലെന്നുണ്ടെങ്കിൽ വേറെ അതിൻ്റെ അടുത്ത 4 പറഞ്ഞിരിക്കുന്നത്, വേനൽക്കാലത്തെ ഉഷ്ണത്താൽ എന്നപോലെ രാവും പകലും എൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരിക്കുന്നു, എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ പറ്റിപ്പോയിരിക്കുന്നു. പിന്നെ ഞരക്കവും ഞെരുക്കവും കൂടത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ഇവിടെ പറയുന്നു. ഓക്കെ, ഇവിടെ അതിന്റെ 9-ാം വാക്യത്തിൽ പറയുന്നു, എന്താ പറഞ്ഞേ, മുഖപ്പട്ടയും അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു. 2 കാര്യങ്ങൾ മനസ്സിലാക്കണം. ആദ്യമേ ഇവിടെ ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യക്തി, 2 ഇവിടെ മുഖപ്പട്ടയും കടിഞ്ഞാനും ഇട്ടിരിക്കുന്നു. ബുദ്ധിയില്ലാത്ത
കുതിരയും അല്ല കോവർ കഴുതയും അപ്രകാരം പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട്? എന്നാൽ അതിന്റെ ഒരു വാക്യം നമ്മളിവിടെ വായിക്കാം. അതിന്റെ 5-ാം വാക്യം. ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകൃത്യം മറച്ചതുമില്ല. എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ആമേൻ. താങ്ക് യു ലോർഡ്. മനസ്സിലാക്കിയവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പാപങ്ങൾ കൊണ്ട്, താങ്ക് യു ലോർഡ്, ലംഘനങ്ങൾ കൊണ്ട് നമ്മൾക്ക് ഇവിടെ കടിഞ്ഞാണ് മുഖപ്പൊട്ടൊക്കെ ഇട്ടിരിക്കുക കേട്ടോ. പലർക്കും തിരിച്ചറിയും. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതയും പോലെ ആകരുത്. ആരാണ് ഇവിടെ നമ്മളെ ബന്ധിച്ചിട്ടേക്കുന്നത്? ആരുടെ അണ്ടറിലാണ് നമ്മൾ കിടക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ കിടക്കുന്നത്? താങ്ക് യു ലോർഡ്. ദൈവവചനം അവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ ലംഘനങ്ങൾ, നമ്മുടെ പാപങ്ങൾ മുഖാന്തരമായിട്ട്, താങ്ക് യു ലോർഡ്, നമ്മൾ പലപ്പോഴും ഇപ്രകാരമുള്ള ഒരു ബന്ധനത്തിലായിരിക്കുന്നു. ബുദ്ധിയില്ലാത്ത കുതിരയും കോവർ കഴുതയും പോലെ നമ്മളായിരിക്കുന്നു. നമ്മൾക്ക് അതിനകത്ത് വിടുതൽ വേണമെന്നുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ എന്ത് വേണം? ദൈവവചനം പറയുന്നത് എന്താണ്? ഒന്നുകൂടെ വായിക്കാം. അതിന്റെ 5-ാം വാക്യം. ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകൃത്യം മറച്ചതുമില്ല. എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ആമേൻ. ഹല്ലേലൂയ. പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു കഴിഞ്ഞാൽ ഈ മുഖപ്പൊട്ടയും അല്ലെങ്കിൽ എന്താ കടിഞ്ഞാണും ഒക്കെ നമുക്ക് വലിച്ചെറിയാൻ പറ്റും. ശത്രു പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആരുടെ കുഴപ്പാ? താങ്ക് യു ലോർഡ്, നമ്മുടെ കുഴപ്പം തന്നെയാ. ഈ മുഖപ്പെട്ട കുതിരയ്ക്ക് ശക്തി ഇല്ലാഞ്ഞിട്ടാണോ? ഈ കുതിരയ്ക്ക് ശക്തി ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല. പക്ഷെ എന്നുണ്ടെങ്കിൽ അതിനെ ഈ കടിഞ്ഞാണ് മുഖപ്പെട്ടയൊക്കെ ഇട്ട് അവനെ ബന്ധിച്ചിരിക്കുക. ഒരു ദൈവവൈദ്യനെ പലപ്പോഴും അവന് ശക്തി ഇല്ലാഞ്ഞിട്ടല്ല, പാപം ആകുന്നായ ഈ മുഖപ്പട്ടയും അല്ലെങ്കിൽ ഈ കടിഞ്ഞാണും ഒക്കെ നമ്മുടെ മേലിട്ട് നമ്മളെ ദണ്ണിപ്പിച്ച് സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, സൗഖ്യമില്ലാതെ ഓരോ ദിവസവും ഞെരുക്കത്തിന്റെ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ദൈവത്തിന്റെ പൈതലേ, ഒരു കാര്യം മനസ്സിലാക്കുക. ഇവിടെ ജോസഫ് പാസ്റ്റർ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ മറഞ്ഞു കിടക്കുന്ന, നമ്മളൊരു പക്ഷെ നമുക്കറിയത്തില്ല, നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ മറഞ്ഞു കിടക്കുന്നതായ അകൃത്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവായിട്ട് താങ്ക് യു ദൈവസ്ഥാനം നമ്മൾ ഏറ്റു പറഞ്ഞ്, ദൈവമേ എനിക്കത് വെളിപ്പെടുത്തി തരണം. എനിക്ക് ഈ കടിഞ്ഞാണും ഈ മുഖപ്പട്ടയും അല്ലെങ്കിൽ എൻ്റെ ഈ അസ്ഥികൾ ദ്രവിച്ചു പോകുന്നതായ ഈ അവസ്ഥയിലൊക്കെ എനിക്ക് കടന്നു പോകാൻ എനിക്കൊരു വിടുതൽ വേണം. എൻ്റെ ജീവിതത്തിൽ ഒരു വിടുതൽ വേണം. കുതിരയാണ്, ശക്തിയുണ്ട്, പക്ഷെ എന്നുണ്ടെങ്കിൽ ഇവിടെ ബന്ധനപ്പെട്ട് കിടക്കുന്നു. അല്ലെങ്കിൽ വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കാനായിട്ട് നമ്മൾ യോഗ്യരാണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ അനുഗ്രഹിക്കുക അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതലില്ല, നമ്മുടെ ജീവിതത്തിൽ ഒരു സൗഖ്യമില്ല, നമ്മുടെ ജീവിതത്തിൽ ഒരു സമാധാനമില്ല. എന്തുകൊണ്ട്? ശത്രു ചിലതൊക്കെ കെട്ടിവെച്ച് നമ്മളെ ബന്ധനസ്ഥരാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു ദൈവത്തിൽ ആ ദൈവത്തോടൊന്ന് അടുത്ത് ചെന്നിട്ട് എനിക്ക് വേണ്ട ഇത്, താങ്ക് യു ലോർഡ്, എൻ്റെ കുറവുകളെ ഞാൻ ഏറ്റു പറഞ്ഞാൽ, ഇത് ദൈവവചനം പറഞ്ഞിരിക്കുന്നു, കുറവുകളെ ഏറ്റു പറഞ്ഞാൽ ദൈവം ക്ഷമിച്ചാൽ, താങ്ക് യു ലോർഡ്, നിന്റെ ഈ മുഖപ്പട്ടയും ഈ കടിഞ്ഞാണും ഒക്കെ വലിച്ചെറിയാൻ പറ്റും. പിന്നെ ശത്രുവിന് നിന്റെ മേൽ കൺട്രോൾ ഉണ്ടാകത്തില്ല. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ആ ഭാഗം ദൈവം ഇപ്പോൾ കർത്താവിൻ്റെ അഭിഷേകത്തിനോട് വായിച്ചപ്പോൾ ദൈവം എനിക്ക് മനസ്സിലാക്കി തന്ന കാര്യമാണ്. ഹല്ലേലൂയ. എൻ്റെ സബ്ജക്റ്റിലേക്ക് കടന്നു വരട്ടെ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമ്മളെ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ദൈവവചനവും നമ്മളെ ദൈവം നമ്മളെ നടത്തുന്നതിനും ദൈവം നമ്മളെ പരിപാലിക്കുന്നതിനും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആലോചന നമ്മളെ കേൾപ്പിക്കുന്നതിനൊക്കെ ദൈവത്തിനൊരു പ്ലാനും പദ്ധതികളും ഒക്കെ ഉണ്ട്. ദൈവത്തിൻ്റെ പദ്ധതി ഓരോ അവസരങ്ങളിൽ, താങ്ക് യു ലോർഡ്, ദൈവത്തിൻ്റെ അഭിഷക്തന്മാരിൽ കൂടെ നമ്മളെ അറിയിക്കുകയും, താങ്ക് യു ലോർഡ്, അത് മുഖാന്തരമായിട്ട് നമ്മൾ വിടുതൽ ഏറ്റെടുക്കുന്നവർക്ക് അത് വിടുതലായി തീരുകയും ചെയ്യും. ദൈവവചനം ഏറ്റെടുക്കുന്നവർക്ക് അത് വിടുതലായി തീരും, അത് അത്ഭുതമായി തീരും. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഞാൻ എൻ്റെ സബ്ജക്റ്റിലേക്ക് കടന്നു വരട്ടെ. താങ്ക് യു ലോർഡ്. അതിനുവേണ്ടി യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 10-ാം വാക്യം. അതിന് യേശു, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. താങ്ക് യു ലോർഡ്.
ഈ അതിൻ്റെ പശ്ചാത്തലങ്ങളൊക്കെ നമുക്ക് വളരെ, എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യങ്ങളാണ്. എങ്കിലും ഞാനൊന്ന് ഓടിച്ചു പോകാനായിട്ട് ആഗ്രഹിക്കുന്നു, സമയം കുറവാണല്ലോ. താങ്ക് യു ലോർഡ്. അത് യേശു അല്ലെങ്കിൽ ശിഷ്യന്മാരുമായിട്ട് യാത്ര ചെയ്യുന്ന അവസരത്തിൽ ശമരിയ ദേശത്ത് കടന്നു ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഒരു ശമരിയക്കാരത്തിയായ സ്ത്രീയുടെ അടുക്കൽ ചെല്ലുന്ന ഒരു പോർഷനാണ്, അവളുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനാണ് ഇവിടെ ആ ഭാഗത്ത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്താണ് അവിടെ നടക്കുന്നത്? യേശു അവിടെ യാത്ര ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം അതിൻ്റെയൊക്കെ പിന്നിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശു പെട്ടെന്ന്, അല്ലെങ്കിൽ ഈ യാത്രയുടെ മധ്യത്തിൽ അവിടെ ചെന്നു, പെട്ടെന്ന് അവളെ കണ്ടു, അങ്ങനെ വല്ലതും ആണോ അവിടെയൊക്കെ നടക്കുന്നത്? ഒരിക്കലും അല്ല. താങ്ക് യു. അവിടെ നടക്കുന്ന ഒരു കാര്യം വ്യക്തമായിട്ട് നമ്മൾ ഇതെല്ലാം ദൈവത്തിൻ്റെ പ്ലാനുകളും പദ്ധതികളുമാണ്. ഈ സ്ത്രീ അവിടെ കൊണ്ടുവരിക എന്നുള്ളതും ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയാണ്. ഈ സ്ത്രീയോട് ദൈവവചനം അറിയിക്കുക എന്നുള്ളതും ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയാണ്. അപ്പം ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതികളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഞാൻ സാധാരണ പറയുന്ന പോലെ ഓരോ ദൈവം നമ്മുടെ ജീവിതത്തിലൊക്കെ ഓരോ നിമിത്തങ്ങൾ തരും. എനിക്കില്ലോ നമ്മൾ ഓരോ നിമിത്തങ്ങൾ നമ്മളത് തിരിച്ചറിഞ്ഞോണം. ഒരു ദൈവം ഇതിലെപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതായ ഓരോ കാര്യങ്ങളും നമ്മളത് തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ നമ്മൾ ചേർന്നിരുന്നാൽ, നമ്മുടെ ജീവിതത്തിൽ അത് ഏറ്റെടുത്താൽ അത് അത്ഭുതമായിട്ട് മാറും, അത് വിടുതലായിട്ട് മാറും. എന്താണ് ഇവിടെ നടക്കുന്നത്? ഈ ശമരിയ സ്ത്രീയോട് അടുത്ത് വന്നതിന് ശേഷം ഈ യേശു അല്ലെങ്കിൽ ശിഷ്യന്മാരവിടെ എന്ത് ചെയ്യുന്നു? ശിഷ്യന്മാരവിടെ ഭക്ഷണം വാങ്ങിക്കുവാൻ വേണ്ടി പട്ടണത്തിലേക്ക് പോയി. യേശു അവിടെ അല്പം ക്ഷീണിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ക്ഷീണിച്ചതിന് ശേഷം എന്ത് ചെയ്തു? അത് ആരുടെ കുളവാണ്? ട്രെയിൻകിലോ ഈ ശമരിയ സ്ത്രീ എന്താണ് പറയുന്നത്? അത് യാക്കോബിന്റെ കുളവാണ്. ആർക്ക് കൊടുത്തതാ അത്? യാക്കോബ് ആർക്ക് കൊടുത്തായ? ജോസഫിന് കൊടുത്തതായ ആ ഒരു ലാൻഡാണ്. താങ്ക്യൂ. അത് അവിടെ അവിടെ ഇപ്പോൾ ആയിരിക്കുന്നത്? ഈ ശമരിയക്കാരവിടെ ആയിരിക്കുന്നു. അവിടെ ഈ യേശു വന്നതിന് ശേഷം യേശു ചുരുക്കി അങ്ങ് പറയട്ടെ, ഈ യേശു എന്ത് ചെയ്യുന്നു? യേശു ആ സമയത്ത് ആ റൈറ്റ് ടൈമിൽ ഈ ശമരിയക്കാരത്തിയായ ആ സ്ത്രീ അവിടെ വെള്ളം കോരുവാൻ വേണ്ടി കടന്നു വരുന്നു. യേശു ഈ കുളക്കരയിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ ശമരിയക്കാരത്തിയായ സ്ത്രീ അവിടെ കടന്നു വരുന്നു. കടന്നു വന്നതിന് ശേഷം യേശുവുമായിട്ട് അവിടെ സംസാരിക്കുന്ന കാര്യങ്ങളാണ് അധ്യായത്തിൽ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്. താങ്ക്യൂ. അവിടെ യേശു ഈ സ്ത്രീയോട് വെള്ളം ചോദിക്കുന്നു. ആര് ചോദിക്കുന്നു? യേശു സ്ത്രീയോട് വെള്ളം ചോദിക്കുന്നു. എനിക്ക് കുടിപ്പാനായിട്ട് വെള്ളം തരും. അതൊരു ജസ്റ്റ്, ഞാൻ മനസ്സിലാക്കും, ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ഒന്ന് ചോദിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, ദൈവം നമ്മളോട് സംസാരിക്കുമ്പോഴും ദൈവം നമ്മളോട് ഇടപെടുമ്പോഴും ഒക്കെ നീ ഇത് ചെയ്യേ അല്ലെങ്കിൽ അത് ചെയ്യേ എന്നുള്ള, അല്ലെങ്കിൽ നമ്മൾ തയ്ച്ചു കൊടുക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ദൈവം പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. കാര്യം അതിൽ കൂടെ വേണം ദൈവത്തിന് നമ്മളോട് സംസാരിക്കുവാനും, അതിൽ കൂടെ വേണം ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് പകരുവാനായിട്ടും ഒക്കെ. താങ്ക്യൂ. അല്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറയുന്നു, അല്ലെങ്കിൽ ദൈവം നമ്മളോട് പറയുന്നു, നീ ബൈബിൾ വചനം എടുത്ത് വായിക്കാൻ പറയുന്നു. നമ്മുടേതായ ആ കമ്മിറ്റ്മെന്റ് എപ്രകാരമായിരിക്കുന്നു, അതും പ്രകാരമാണ് ദൈവം നമ്മളോട് ഇടപെടുന്നത്. താങ്ക്യൂ. ഇവിടെ യേശു എങ്ങനെ ആ സ്ത്രീയെ അവിടെ കറക്റ്റ് ടൈമിൽ അവിടെ കൊണ്ടുവന്നു. അവിടെ വേറെ ആരുമുള്ളതായിട്ട് അവിടെ പറയുന്നില്ല. ശിഷ്യന്മാർ പട്ടണത്തിലേക്ക് പോയി ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി. താങ്ക്യൂ. അതിനുശേഷം പിന്നീട് യേശു പറയുന്ന കാര്യം എന്താണ്? വെള്ളം ചോദിക്കുന്നു. വെള്ളം ചോദിച്ചതിന് ശേഷം പിന്നെ യേശു പറയുന്ന മറുപടി, ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ ആ വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കത്തില്ല. എന്താണ് ഈ വെള്ളം? താങ്ക്യൂ. പലർക്കും നമ്മളൊക്കെ ഈ സാമാന്യ രീതിയിൽ, ഒരു മാനുഷികമായ രീതിയിൽ നമ്മൾ ഇതൊക്കെ വ്യാഖ്യാനിച്ച് പോവുകയാണ്. ആ മാനുഷികമായ രീതിയിലുള്ളൊരു വ്യാഖ്യാനമല്ല അവിടെ ദൈവം കൊടുത്തിരിക്കുന്നതല്ല. ദൈവം ആഗ്രഹിക്കുന്നത് ജീവൻ്റെ ജലം. താങ്ക്യൂ. ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ എന്ത് സംഭവിക്കോടെ? അവൻ ഒരു നാളും ദാഹിക്കത്തില്ല. എന്താണ് ഈ ജീവൻ്റെ ജലം?
എന്ത് വെള്ളമാണ്? അപ്പോൾ അവൾ ചോദിക്കുന്ന മറുപടി, അവൾ മാനുഷികമായ രീതിയിൽ അവൾ മറുപടി പറയുക. എന്താ പറയുന്നത്? ഓ, നിനക്ക് വെള്ളം കോരാനായിട്ട് ഇവിടെ തൊട്ടിയില്ല, ഇത് കിണർ വളരെ ആഴമുള്ളതാണ്, നീ എങ്ങനെ കോരും? ഇതൊക്കെ മാനുഷികമായ രീതിയിൽ, മനുഷ്യൻ ചിന്തിക്കുന്നതായ രീതിയിൽ അവൾ അതിന് മറുപടി പറയുന്നു. നമ്മൾ പലപ്പോഴും നമ്മുടെ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ പലപ്പോഴും മാനുഷികമായ രീതിയിൽ നമ്മൾ ചിന്തിക്കുകയും മാനുഷികമായ രീതിയിൽ നമ്മൾ അതിന് സൊല്യൂഷൻ ഉണ്ടാക്കാനൊക്കെ നമ്മൾ ശ്രമിക്കുന്നു. എന്നാൽ യേശു അവിടെ വ്യക്തമായിട്ട് ഇവളോട് പറയുന്നു, ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ അവന് ഒരു നാളും ദാഹിക്കത്തില്ല. അതിനുശേഷം പിന്നെ അവിടെ ഞാൻ ആ സബ്ജക്റ്റിലേക്ക് കടന്നു വരാം. പക്ഷേ യേശുവിനോട് ഇവള് പറയുന്നു, എനിക്ക് ആ വെള്ളം വേണം എന്ന് പറഞ്ഞു. എന്നാൽ എനിക്ക് ആ വെള്ളം വേണം. അപ്പോഴാണ് യേശു അടുത്ത ഒരു ലെവലിലേക്ക് പോകുന്നത്. എന്ത് ലെവല്? നീ വീട്ടിൽ ചെന്ന് ആരെ കൂട്ടിച്ചോണ്ട് വരണം? നിന്റെ ഭർത്താവിനെ കൂട്ടിച്ചോണ്ട് വരണം. നിനക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് യേശു ആ ഭാഗത്തേക്ക് തിരിഞ്ഞത്? എന്തുകൊണ്ടാണ് യേശു ആ ഭാഗത്തേക്ക് തിരിഞ്ഞത്? ഇവൾ വെള്ളം ചോദിക്കുന്നു. എന്താ ഇവിടെ ജീവിതത്തിലേക്ക് അവൾക്ക് വേണം ഈ ജീവന്റെ ജലം. അവൾക്കൊരിക്കലും ദാഹിക്കാത്ത ഈ വെള്ളം അവൾക്ക് കുടിക്കണം. അവൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ പെട്ടെന്ന് യേശു പറയുകയാണ്, നീ വീട്ടിൽ ചെന്ന് നിന്റെ ഭർത്താവിനെ വിളിച്ചോണ്ട് വരാൻ. അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കാണ് പിന്നെ അടുത്ത ലെവലിലേക്ക് മാറുന്നത്. അപ്പോൾ അവിടെ സ്റ്റോറിയോ ബാക്കി കാര്യങ്ങളൊക്കെ ദൈവവചനത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നുള്ളതുകൊണ്ട് ഞാൻ അവിടേക്ക് കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. താങ്ക് യു ലോർഡ്. യേശു എന്തുകൊണ്ട് അവളോട് അങ്ങനെ ചോദിച്ചു? ഹല്ലേലൂയ. വെള്ളം ഇവൾക്ക് കൊടുത്തോ? ഈ ജീവന്റെ ജലം അവൾക്ക് കൊടുത്തോ? അല്ലെങ്കിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം ഇവള്? എൻ്റെ ജീവിതത്തിൽ ഒരു ക്രമീകരണം ഇല്ലാതെ ഈ ജീവന്റെ ജലം കിട്ടത്തില്ല. വളരെ താറുമാറായിട്ട് കിടക്കുന്നതായ വളരെ വല്ലാത്ത രീതിയിൽ കിടക്കുന്നതായ ഒരു ലൈഫായിരുന്നു ആ ശമരിയാക്കാരത്തി സ്ത്രീയുടെ. അപ്രകാരമുള്ളൊരു സ്ത്രീക്ക് ഒരിക്കലും ഈ ജീവന്റെ ജലം ലഭിക്കത്തില്ല. നിന്റെ ജീവിതത്തിൽ ക്രമീകരണങ്ങൾ വന്നെങ്കിൽ മാത്രമേ ഈ ജീവന്റെ ജലം കിട്ടത്തുള്ളൂ. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുകയും നമ്മൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നു, എനിക്ക് വേണം, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ തരാമെന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത് ലഭിക്കുന്നില്ല? ക്രമീകരണങ്ങൾ വരുത്തി കഴിഞ്ഞാൽ മാത്രമേ ഈ ജീവന്റെ ജലം ലഭിക്കത്തുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ ആദ്യമേ കേട്ടതുപോലെ, ഈ സങ്കീർത്തനത്തിൽ കേട്ടതുപോലെ തന്നെ താങ്ക് യു അവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുക. എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ക്രമീകരണങ്ങൾ വരണം? താങ്ക് യു ലോ. എന്താണ് ഈ ജീവന്റെ ജലം? ഈ ജീവന്റെ ജലം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ജീവന്റെ അപ്പം എന്നൊക്കെ ദൈവവചനത്തിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നു. യേശു ജീവന്റെ അപ്പമാകുന്നു, അല്ലെങ്കിൽ ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്നൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുമ്പോഴത്തേക്ക് എന്താണ് അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്? എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? യേശു ആരാണ്? താങ്ക് യു ലോ. യേശു ജീവന്റെ അപ്പമാണ്. താങ്ക് യു ലോർഡ്. യേശു ജീവന്റെ അപ്പം എന്ന് പറയുമ്പോഴത്തെ എന്താണ്? ഇത് ദൈവവചനമാണ്. ദൈവത്തിന്റെ വചനമാണ് ഈ ജീവന്റെ ജലം. ദൈവത്തിന്റെ വചനമാണ് ജീവന്റെ അപ്പം. ഞാൻ കൊടുക്കുന്ന വെള്ളം, ഞാൻ കൊടുക്കുന്ന ഈ ജീവന്റെ അപ്പം എന്ന് പറയുന്നത് ദൈവവചനമാണ്. ദൈവവചനം കുടിക്കുന്നവന്, താങ്ക് യു ലോ, ദൈവവചനമാകുന്നതായ അല്ലെങ്കിൽ ഈ അപ്പം തിന്നുന്നവന് അവന് പിന്നെ അവൻ സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. താങ്ക് യു ലോ. അവൻ ജീവിച്ചിരിക്കും. അവൻ്റെ എല്ലാ ആവശ്യങ്ങളുടെ മുഖത്തും താങ്ക് യു ലോ. എങ്ങനെയാണ് അവന് പരിഹാരം കിട്ടുന്നത്? ഈ വചനത്തിൽ കൂടെ പരിഹാരം കിട്ടും. താങ്ക് യു ലോ. ദൈവവചനത്തിൽ കൂടിയാണ് പരിഹാരം. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ഹല്ലേലൂയ. യേശു വചനം ആരായിരുന്നു? വചനം ആരോട് കൂടിയിരുന്നു? വചനം ദൈവത്തോടു കൂടിയിരുന്നു. വചനം എന്തായിരുന്നു? വചനം ദൈവമായിരുന്നു. താങ്ക് യു ലോ. ഞാൻ തരുന്ന വെള്ളം, താങ്ക് യു ലോ. ഹല്ലേലൂയ. യേശു തരുന്ന ഈ വെള്ളം, ഈ വചനമാകുന്ന ഈ വെള്ളം നമ്മൾ കുടിച്ചാൽ നമ്മുടേതായിട്ടുള്ള അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ നീ എന്നും, അല്ലെങ്കിൽ ഈ ഇവൾക്ക് എന്ത് വേണം? അവൾക്ക് അവിടെ വെള്ളം ഇല്ല, മാനുഷികമായ രീതിയിൽ വെള്ളമില്ലാഞ്ഞിട്ടാണോ?
അവിടെ അവർക്ക് എന്തോ അവിടെ ലഭിക്കുന്നു, അല്ലെങ്കിൽ ഈ ഇസാക്കിന്റെ അല്ല യാക്കോബിന്റെ കിണറിൽ നിന്ന് അവൾക്ക് വെള്ളമൊക്കെ ലഭിക്കുന്നുണ്ട് മാനുഷികമായ രീതിയിൽ. എന്നാൽ അവൾക്ക് ജീവന്റെ ജലം ദാഹിക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ എന്നും ഞാൻ അതിനെക്കുറിച്ച് ഒരു സ്റ്റോറിയും കൂടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. താങ്ക്യൂലോ. രാവിലെ ഞാൻ ഈ പോർഷൻ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക്, ഞാനത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ലൈനിൽ ഉള്ള മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ ഞാനൊരു ആ സ്റ്റോറിയും കൂടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഏതോ ഒരു നാട്ടിലൊരു, അല്ലെങ്കിൽ ഗൾഫിലൊക്കെ സാധാരണ ഞാൻ കണ്ടിട്ടുണ്ട്, അവരുടെ ഈദോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അവിടെയൊക്കെ സാധാരണ രാജഭരണമാകുന്നല്ലോ. ആ രാജഭരണം നടക്കുന്ന സമയത്ത്, അവരുടെ ഈ ഫെസ്റ്റിവലിൻ്റെ സമയത്ത് ഈ അവിടുത്തേതായിട്ടുള്ള ആൾക്കാർ, സാധുക്കളായിട്ടുള്ള ആൾക്കാർ ഈ രാജാവിനെ കാണുവാൻ വേണ്ടി ചെല്ലും. അപ്പം രാജാവിനെ കാണുവാൻ വേണ്ടി ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ രാജാവ് എന്തെങ്കിലും അവർക്ക് അവരുടേതായ ആവശ്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ സമ്മാനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന പതിവുണ്ട്. എനിക്കില്ലോ അതുപോലെ തന്നെ ഞാൻ വിചാരിക്കുന്നു, ഒരു വ്യക്തി ഇദ്ദേഹം താമസിക്കുന്ന വലിയൊരു വില്ലേജ് എന്ന് കൂട്ടാം, അല്ലെങ്കിൽ ഒരു ഉൾവനത്തിൽ താമസിക്കുന്ന ഒരു വ്യക്തി തീരുമാനിക്കുന്നു, എനിക്ക് ഈ രാജാവിനെ ഒന്ന് പോയി കാണണം. ആ രാജാവിനെ ഒന്ന് പോയി കാണണം എന്നുള്ള തീരുമാനത്തോടുകൂടി അദ്ദേഹം വളരെ ലോങ് ജേർണി ചെയ്ത് ഈ വനത്തിൽ കൂടിയൊക്കെ സഞ്ചരിച്ച്, വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള വഴിയൊന്നുമില്ല, ഇല്ലാത്ത രീതിയിൽ വളരെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഈ രാജാവിനെ കാണുവാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് അവിടെ അനേകരുണ്ട് ഈ രാജാവിനെ കാണുവാൻ വേണ്ടി. അപ്പം അവരൊക്കെ ഓരോരുത്തരുടെയും അവരുടേതായ ആവശ്യങ്ങൾ ഈ രാജാവിനോട് പറഞ്ഞു. അല്ലെന്നുണ്ടെങ്കിൽ സാമാന്യ രീതിയിൽ നമ്മൾക്കറിയാം, അല്ലെങ്കിൽ എനിക്ക് എന്താ പറഞ്ഞ് മകളെ കല്യാണം കഴിക്കാനോ അതിൻ്റെ വേണ്ടി പൈസ വേണം, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്ന ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇത്ര പൈസ വേണം എന്നുള്ളതായ പല നീഡുകൾ ഈ രാജാവിൻ്റെ അടുത്ത് പറയുന്നു. രാജാവ് അതനുസരിച്ച് രാജാവ് ഇവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നു. പക്ഷെ എന്നുണ്ടെങ്കിൽ ഈ മനുഷ്യൻ, നമ്മൾ ആദ്യമേ പറഞ്ഞ മനുഷ്യൻ, ഈ വില്ലേജ് അല്ലെങ്കിൽ ഈ വനത്തിൽ താമസിക്കുന്ന മനുഷ്യൻ, അദ്ദേഹം രാജാവിൻ്റെ അടുത്ത് ചെന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ രാജാവിനോട് ഒരു റിക്വസ്റ്റ് ചെയ്യുവാണ്, രാജാവ് എൻ്റെ വീട്ടിൽ ഒന്ന് വരണം. അപ്പം രാജാവ് ചോദിക്കുന്നു, അത് മാത്രം മതിയോ നിനക്ക് മറ്റുള്ളവരെ കുറിച്ച് അങ്ങനെയുള്ള രീതിയിലൊന്നും നിനക്ക് വേണ്ടേ, മറ്റുള്ളതൊന്നും നിനക്ക് വേണ്ടേ? രാജാവ് പറയുന്നു ഈ മനുഷ്യൻ പറയുന്നു, നോ, എനിക്ക് മറ്റുള്ള ഒന്നും ആവശ്യമില്ല, ഈ രാജാവ് എൻ്റെ വീട്ടിൽ ഒന്ന് വന്നാൽ മതി, രാജാവ് എൻ്റെ വീട്ടിൽ ഒന്ന് വരണം. താങ്ക് യു ലോർഡ്. അപ്പം ഒടുവിൽ രാജാവിനെ സംബന്ധിച്ചോളം ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വിഷയമാണ്. കാര്യം ഈ രാജാവ് പോകണം എന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ക്രമീകരണങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പം ഒടുവിൽ ഇദ്ദേഹത്തിൻ്റെ റിക്വസ്റ്റ് ആയതുകൊണ്ട് രാജാവ് അതിന് എഗ്രിയായി. അങ്ങനെ ഈ വനത്തിലുള്ളതായ അല്ലെങ്കിൽ ഈ വില്ലേജിലുള്ളതായ ആ വീട്ടിലേക്ക് രാജാവ് പോകാനായിട്ട് തീരുമാനിച്ചു. ഒരു കാര്യം മനസ്സിലാക്കുക, താങ്ക് യു ലോർഡ്. അതുകൊണ്ടാണ് നമ്മൾ ബുദ്ധിയുള്ളവരായിരിക്കണം. സാധാരണ രീതിയിൽ നമ്മൾ മറ്റുള്ളവർ ചെന്ന് ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ ചെന്നൊന്ന് പ്രാർത്ഥിക്കുന്നു, ഇന്ന ആവശ്യങ്ങൾ, എൻ്റെ ഇന്ന കാര്യങ്ങളൊക്കെ നടക്കണം, അതിനുവേണ്ടി ഒരു പ്രാർത്ഥന. നോ, താങ്ക് യു ലോർഡ്. ഇവിടെ ഈ മനുഷ്യൻ എന്ത് പറയുന്നു? രാജാവ് എൻ്റെ വീട്ടിലൊന്ന് വരണം. രാജാവ് ഈ മനുഷ്യൻ ഇന്നത്തെ പോലെയല്ല, പഴയ കാലത്ത് പല ദിവസങ്ങൾ യാത്ര ചെയ്തതിന് ശേഷം വേണം ഇവൻ താമസിക്കുന്ന, അല്ലെ രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ഇവൻ താമസിക്കുന്ന സ്ഥലത്ത് ചെല്ലണമെന്നുണ്ടെങ്കിൽ പല ദിവസങ്ങളിൽ യാത്ര ചെയ്തതിന് ശേഷം വേണം ഈ ഇദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ ചെല്ലാനായിട്ട്. താങ്ക് യു ലോർഡ്. അന്നത്തെ കാലത്ത് രാജാക്കന്മാർ രഥങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്ന കാലമാണല്ലോ. താങ്ക് യു ലോർഡ്. അങ്ങനെ രാജാവ് അവിടെ പോകണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? രാജാവ് നടന്നു പോവോ? രാജാവ് നടന്നു പോകത്തില്ല. രാജാവിൻ്റെ പാലസ് മുതൽ അവൻ പാർക്കുന്ന വീട് വരെ എന്ത് വേണം? രാജവീതി വേണം. താങ്ക് യു ലോർഡ്. രാജവീതി ഒന്ന്, അവൻ രാജാവിൻ്റെ കൊട്ടാരം മുതൽ അവൻ്റെ വീട് വരെ രാജവീതിയാക്കി. താങ്ക് യു ലോർഡ്. പിന്നെ രാജാവ് അവിടെ ചെന്ന് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ പെട്ടെന്ന് പോരാൻ നോക്കുമോ? ഇത്ര ലോങ് ജേർണിയൊക്കെ ചെയ്തതിന് ശേഷം? ഇല്ല, രാജാവിന് അവിടെ താമസിക്കണം. രാജാവ് അവിടെ താമസിക്കണം. ഇവൻ്റെ കുടിലിൽ കയറി താമസിക്കുമോ? ഇല്ല.
അവിടെ ഒരു കൊട്ടാരം, ഒരു സെക്കൻഡ് കൊട്ടാരം തന്നെ ഇവൻ്റെ പേർക്ക് പണിയും. താങ്ക് യു ലോ. കാര്യം അവിടെ ചെന്നതിന് ശേഷം രാജാവിന് അവിടെ താമസിക്കണം. രാജാവ് അവിടെ താമസിച്ചതിന് ശേഷം ഇവൻ്റെ അല്ലെങ്കിൽ ഈ ചെറിയ പാത്രത്തിനകത്ത് വല്ലതും കഴിക്കുമോ? ഇല്ല. രാജാവ് ശ്രേഷ്ഠമായ രീതിയിലുള്ളതായ അവിടെ പ്ലേറ്റും മറ്റുള്ളതായ കാര്യങ്ങളും എല്ലാം അവിടെ അറേഞ്ച് ചെയ്തിരിക്കണം. താങ്ക് യു ലോ. അങ്ങനെ ശ്രേഷ്ഠമായ ഒരു സെക്കൻഡ് കൊട്ടാരമാക്കി അവൻ്റെ വീട് മാറ്റി. മറ്റുള്ളവർക്ക് ലഭിച്ചോ? താങ്ക് യു ലോ. നമ്മൾ ചോദിക്കണം, എങ്ങനെ എന്തായിരിക്കണം നമ്മുടെ ചിന്താഗതി? എൻ്റെ രാജാവ്, എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് വരണം. നമ്മുടെ എയിം അതായിരിക്കണം. എൻ്റെ കർത്താവ് എന്നോട് കൂടി ഒന്ന് വരണം. എനിക്ക് ഈ ജീവൻ്റെ ജലമൊന്ന് കിട്ടണം. താങ്ക് യു ലോ. ആ ജീവൻ്റെ ജലം നമുക്കൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥകൾക്കെല്ലാം മാറ്റം വരും. പലപ്പോഴും പലരും തിരിച്ചറിയാതെ എന്തെങ്കിലും അല്ലെങ്കിൽ 100 രൂപ വേണം, അല്ലെ ഇന്ന ചെറിയ ആവശ്യങ്ങളുടെ മുഖത്താണോ നീ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്? അതോ നിന്റെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാനാണോ? അതോ നിന്റെ രാജാവിൻ്റെ ഇഷ്ടം, നിന്റെ രാജാവ് നിന്റെ വീട്ടിലേക്കൊന്ന് വന്ന് നിന്റെ വീട്ടിലൊന്ന് താമസിക്കാനാണോ നിന്റെ ആഗ്രഹം? താങ്ക് യു ലോ. നിന്റെ വീട്ടിലൊന്ന് താമസിച്ചു കഴിഞ്ഞാൽ നിന്റെ സ്ഥിതി മാറും, നിന്റെ അവസ്ഥ മാറും, നിന്റെ ഇന്നത്തെ ഈ ഞെരുക്കങ്ങളൊക്കെ മാറും. താങ്ക് യു ലോ. എന്താണ് ചോദിക്കുന്നതിലുള്ള കുഴപ്പമാ? താങ്ക് യു ലോ. രാജാവ് വരാനായിട്ട് റെഡിയാണ്. പക്ഷെ നീ ചോദിക്കുന്നത്, നീ എന്ത് ചോദിക്കുന്നോ അത് നിനക്ക് കിട്ടും. താങ്ക് യു ലോ. നീ ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് ചോദിക്കുന്നു, ഈ ദൈവവചനം എനിക്കൊന്ന് മനസ്സിലാക്കി തരണമേ. ഈ ദൈവവചനത്തിനകത്തുണ്ടല്ലോ ഈ ജീവന്റെ ജലം. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഈ ജീവന്റെ ജലം എനിക്കൊന്ന് ലഭിക്കുന്നുണ്ടോ? ഇനി അതെനിക്കൊന്ന് തരണം. അതിനുവേണ്ടി നമ്മൾ വിശുദ്ധിയോടുകൂടെ ഹല്ലേലൂയ നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്ന ആ ലെവലിലേക്ക് താങ്ക് യു നമ്മളൊന്ന് കടന്നു ചെന്ന് കഴിഞ്ഞാൽ നിന്റെ ഏത് അവസ്ഥയും മാറ്റുന്ന ദൈവമാണ്. ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ നിനക്ക് ഒരു നാളും ദാഹിക്കത്തില്ല. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. അതാണ് യേശു അവിടെ ആ സ്ത്രീയോട് പറയുന്നത്. യേശു പറയുന്നു, ഞാൻ തരുന്ന വെള്ളം അതാണ് ജീവന്റെ ജലം. അതാണ് ഈ രാജാവിനെ നമ്മുടെ വീട്ടിലേക്കൊന്ന് കൊണ്ടുവരുന്നത്. താങ്ക് യു ലോ. ഈ രാജാവ് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടിയല്ല, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ. പത്രോസിനോട് യേശു ചോദിക്കുന്നു, നീ ഹല്ലേലൂയ ബർയോനാശിമോനെ നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? താങ്ക് യു ലോ. 3 പ്രാവശ്യം അവിടെ ഈ പത്രോസിനോട് യേശു ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? താങ്ക് യു ലോ. നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുവോ? അതോ മറ്റുള്ളവർ കാര്യസാധ്യത്തിന് വേണ്ടി ചോദിക്കുന്ന പോലെ നമ്മൾ നിൽക്കുകയാണോ? താങ്ക് യു ലോ. അതല്ല നമുക്ക് വേണ്ടത്. യേശു ചോദിച്ചു, നീ എന്നെ ആത്മാർത്ഥമായിട്ട് ഞാൻ നിന്റെ വീട്ടിൽ വരണോ? ഞാൻ നിന്റെ വീട്ടിൽ വന്നാൽ ഈ വെള്ളം കുടിച്ചാൽ നിനക്ക് പിന്നെ ഒരു നാളും ദാഹിക്കത്തില്ല. താങ്ക് യു ലോ. യേശുവിനെ അവൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. യേശു ആരെന്നുള്ള കാര്യം അവൾ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് അവൾ സാധാരണ രീതിയിൽ നീ എങ്ങനെ വെള്ളം കോരും? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഹല്ലേലൂയ, ഈ യേശു സർവത്തിൻ്റെയും അധികാരിയായ ദൈവമാണ്, സകലത്തിൻ്റെയും അധിപതിയായ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ വചനമാണ് നമ്മളോടുള്ളത്. ആ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥകൾക്കെല്ലാം മാറ്റം ഉണ്ടാകും. ഹല്ലേലൂയ. നമ്മുടെ ഏത് ആവശ്യമായി ഞാൻ തരുന്ന ഈ വെള്ളം കുടിച്ചാൽ നിനക്ക് ഒരു നാളും ദാഹിക്കത്തില്ല. നിന്റെ അവസ്ഥ മാറും. ഹല്ലേലൂയ. നിന്റെ ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ. ഹല്ലേലൂയ. അവിടെ പിന്നെ യേശു എന്ത് ക്ഷീണിച്ചവിടെ ഇരുന്നു. യേശു അവിടെ വെള്ളം കുടിച്ചതായിട്ടൊന്നും അവിടെ കാണുന്നില്ല. യേശു അവിടെ അല്ലെങ്കിൽ മറ്റുള്ളവർ ക്ഷീണിച്ചെന്നൊക്കെ പറഞ്ഞു. ശിഷ്യന്മാർ അവിടെ ഭക്ഷണവുമായിട്ട് കടന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ യേശു ഭക്ഷണം കഴിച്ചായിട്ട് പറയുന്നുണ്ടോ? ഇല്ല. യേശു പറയുന്നു, ഞാൻ വേറെയൊക്കെ ചിലതൊക്കെ കഴിക്കുന്നുണ്ടെന്നേ, നിങ്ങൾ അറിയാത്ത ഞാൻ ചിലത് കഴിക്കുന്നുണ്ട്. താങ്ക് യു. ഒരു ദൈവത്തിന്റെ പൈതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ലോകം തരാത്തത് ചിലത് നമ്മൾ കഴിക്കണം കേട്ടോ. ഹല്ലേലൂയ. ഈ ദൈവവചനം നമ്മൾ കഴിച്ചാൽ ഹല്ലേലൂയ താങ്ക് യു ലോ നമ്മുടെ വിശപ്പിനൊക്കെ മാറ്റം വരും, നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം വരും, നമ്മുടെ പ്രതിസന്ധികൾക്ക് മാറ്റം വരും, നമ്മുടെ പ്രതികൂലങ്ങൾക്ക് മാറ്റം വരും, നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരും. ദൈവത്തിന്റെ സ്നേഹം നമ്മളിലേക്ക് പകർന്ന് നമ്മുടെ ലെവല് മാറ്റും. താങ്ക് യു ലോ. ഹല്ലേലൂയ. ആമേൻ. സമയം കഴിഞ്ഞു പോയിട്ട് ഞാൻ ഇവിടെ നിർത്തട്ടെ. താങ്ക് യു ലോ. അതുകൊണ്ട് നമ്മൾ
എപ്പോഴും ഹല്ലേലൂയ നമ്മുടെ കുറവുകളെ നമ്മൾ ഏറ്റു പറഞ്ഞിട്ട് എങ്ങനെ വേണം നമ്മൾ ഈ ശമരിയക്കാരത്തെ സ്ത്രീയോട് പറഞ്ഞത്, ആമേൻ, അവളോട് കാര്യങ്ങളൊക്കെ ചോദിച്ച നിന്റെ ഹസ്ബൻഡിനെ കൂട്ടിക്കൊണ്ട് വരിക. താങ്ക്യല്ലോ. ഒരു ജീവിതത്തിൽ ഒരു ക്രമീകരണങ്ങൾ വരുത്തിയതിന് ശേഷം ദൈവത്തോട് അടുത്ത് ചെന്ന്, അല്ലെങ്കിൽ ഈ ജീവന്റെ ജലം എനിക്ക് വേണം, അല്ലെങ്കിൽ ഈ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന നന്മകൾ എനിക്ക് വേണം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ മഹത്വം നമ്മൾ കൂടെ വെളിപ്പെടുക തന്നെ ചെയ്യും. ഈ വചനങ്ങൾ ആദ്യം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.